ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 20,000 പേർക്കുമാണ് ദർശനത്തിന് സൗകര്യം. ഇന്നലത്തെ തിരക്ക് എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കുമെന്ന് ADGP ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. ഇന്നലത്തെ ഭയാനകമായ അവസ്ഥയ്ക്ക് ശേഷം ശബരിമല സന്നിധാനം ഇന്ന് ശാന്തം. കഴിഞ്ഞ ദിവസം ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത 36,000 പേരടക്കം 85,000 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. നേരത്തെ തമ്പടിച്ചവരും കുറുക്കുവഴികളിലൂടെ വന്നവരും തിരക്ക് രൂക്ഷമാക്കിയെന്നാണ് വിലയിരുത്തൽ. ഇത് പരിശോധിക്കുമെന്ന് ADGP ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. മുമ്പ് ഈ പാസ് സിസ്റ്റം ഇല്ലാതിരുന്നപ്പോൾ എത്ര പേര് വേണമെങ്കിലും വരുമായിരുന്നു. അങ്ങനെ വരുന്നവർ പലപ്പോഴും ഈ എണ്ണത്തിൽ കുറവായിരിക്കും, ചിലപ്പോൾ അപൂർവം ദിവസങ്ങൾ കൂടുതലായിരിക്കും. ഇപ്പം അങ്ങനെ ഒരു സ്ഥിതിയല്ല ഉള്ളത്. നമ്മൾ ക്ലിപ്തമായ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച എണ്ണത്തിന് അപ്പുറത്ത് വരുന്നവരെ തടയേണ്ടി വരും. മിനിഞ്ഞാന്നും അതിൻ്റെ തലേന്നും 55,000 1,00,000 മുകളിലുമായിരുന്നു. അവരുടെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ദർശനം നടത്താതെ മടങ്ങിയ സംഘത്തെ ADGP ഫോണിൽ വിളിച്ച് തിരികെ എത്തിച്ചു. നിലവിൽ ദർശനത്തിന് കാര്യമായ ബുദ്ധിമുട്ടില്ലെന്നാണ് തീർത്ഥാടകരുടെ പ്രതികരണം. ഞങ്ങൾ ഇപ്പോൾ ഒരു 20 മിനിറ്റായി. വെള്ളം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ? സൗകര്യമാണ്, കുഴപ്പമില്ല. ഇന്നലെയൊക്കെ വലിയ ബുദ്ധിമുട്ട് ആളുകൾ പറഞ്ഞു. അത്ര പ്രശ്നം ഇന്ന് തോന്നുന്നുണ്ട്. ഇന്ന് വളരെ കൺട്രോളാണ്. എല്ലാം സൗകര്യപ്പെട്ട് വരാൻ പറ്റി, ഒരു കുഴപ്പമില്ല. കുട്ടി ഞങ്ങൾ വരികയാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പ്രതിദിനം തത്സമയ ബുക്കിംഗ് 20,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായി എത്തുന്ന തീർത്ഥാടകർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. ഇതിനായി ഭക്തർക്ക് നിലയ്ക്കലിൽ തങ്ങാനുള്ള സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. 24 സന്നിധാനം. സമ്മർദ്ദം വ്യക്തമായിട്ടും BLOമാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റിലും മാറ്റമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. SIR നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിവാദങ്ങൾക്കിടെ SIR നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തമാണ് BLOമാർ ചെയ്യുന്നത്. BLOമാർക്ക് ടാർഗറ്റുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം. മഹത്തായ ലക്ഷ്യത്തിലേക്കെത്താൻ താനും തന്റെ ഓഫീസും പകലോ രാത്രിയോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ബൂത്ത് ലെവൽ ഓഫീസർ റെസ്റ്റ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ മേൽനോട്ടം, മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ മൊത്തം ഇലക്ഷൻ കമ്മീഷനുടെ അധികാരം അനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 97% കൂടുതൽ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഫോം തിരികെ ശേഖരിക്കുന്ന നടപടിയാണ്. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇന്നു മുതൽ യോഗം ചേർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നും CEO. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് പുറമെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഹർജി നൽകിയത്. സംസ്ഥാന സർക്കാരും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് മാറ്റണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ആവശ്യം. മാത്രമല്ല, ഇപ്പോൾ മഹാരാഷ്ട്ര പോലത്തെ സംസ്ഥാനങ്ങൾ അവിടുത്തെ SIR മാറ്റിവെച്ചതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ വാദം. അപ്പോൾ അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. വോട്ടർ പട്ടികയിലുള്ള മരിച്ചവരും സ്ഥലം മാറിയവരും ഉൾപ്പെടെ 55,000 സംശയമുള്ള ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് SIR ജോലി ചെയ്യുന്ന BLOമാരുടെ ജോലി സമ്മർദ്ദം വെളിപ്പെടുത്തുന്ന കൂടുതൽ ശബ്ദ സംഭാഷണങ്ങൾ ഇന്ന് പുറത്തു വന്നു. BLOമാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ ശാസനയും കുറ്റപ്പെടുത്തലും. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഇടുക്കിയിൽ BLOമാരുടെ അവധി അപേക്ഷ പരിഗണിക്കാത്തതും വിവാദമായി. നാളെ നിർബന്ധമായിട്ടൊരു 30 ബൂത്തുകളിൽ നിങ്ങളെ ഓരോരുത്തരും നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യണം. അതായത് യാതൊരു ദാക്ഷിണ്യം വേണ്ട. പലരും ഇത് വളരെ ഉപേക്ഷ എടുത്തേക്കുന്നത്. നാളെ മിക്കവാറും ഞാനത് ഡെപ്യൂട്ടി സന്ദീപിനോട് റെക്കമെൻഡ് ചെയ്യും. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് BLOമാരും ഉദ്യോഗസ്ഥരുമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതാണ് ശബ്ദ സന്ദേശം. എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്നതിൽ താമസം നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരസ്യ ശാസന. BLOമാരെ ഫോണിൽ വിളിച്ച് ശാസിച്ചതായും ആക്ഷേപമുണ്ട്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ ലഘൂകരിച്ച് ചെങ്ങന്നൂർ ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ് വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശവും വിവാദമായി. ബഹുരാഷ്ട്ര കമ്പനികളിൽ പോലും ആത്മഹത്യകൾ നടക്കുന്നില്ലേ എന്നായിരുന്നു ജോലിഭാരം ചൂണ്ടിക്കാണിച്ച് BLOമാരുടെ സജീവ് ചോദിച്ചത്. ഇതിന് BLOമാർ തന്നെ മറുപടി നൽകി. IT ഫീൽഡിലുള്ള ഒരു സമ്മർദ്ദം കൂടുതലുണ്ട്. അവർ ആത്മഹത്യ ചെയ്യുന്നു. അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഒരു മരണത്തെ വേറെ ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ആത്മഹത്യകളെ ലഘൂകരിക്കലല്ല ഉദ്ദേശിച്ചതെന്നാണ് സജീവിന്റെ വിശദീകരണം.
പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം നവംബർ 10 ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും പറഞ്ഞു. BLOമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ ഇടപെടൽ നടത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും ഇടുക്കിയിൽ BLOമാരുടെ അവധി അപേക്ഷ പരിഗണിക്കാത്ത ജില്ലാ വരണാധികാരിയുടെ നടപടിയും വിവാദമായി. ഞാനിപ്പോ 5 ദിവസത്തേക്കുള്ള മെഡിക്കൽ ലീവും തുടർന്ന് ഈ പ്രവൃത്തി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് BLO ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കത്ത് കൊടുത്തിരിക്കുന്ന കളക്ടറേറ്റില്. കളക്ടറാണ് തരേണ്ടത്. പക്ഷെ അത് അവിടെ നിന്ന് അനുവദിക്കാത്തത് മൂലം നമ്മളെ പിന്നെയും തുടർന്ന് ബാക്കി SIRന്റെ ബാക്കി നടപടികൾക്ക് വേണ്ടി ചെല്ലണം എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട്. മലപ്പുറത്ത് സമൂഹ മാധ്യമത്തിലൂടെ BLOയെ അപമാനിച്ചയാൾ അറസ്റ്റ് ചെയ്തു. ഇന്ത്യന്നൂർ സ്വദേശി വസുദേവനാണ് അറസ്റ്റിലായത്. 24 ആലപ്പുഴ. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ ISൽ ചേരാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. 16-കാരന്റെ മാതാവിന്റെ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും കനകമല കേസുമായി ബന്ധപ്പെടുത്തിയുമാണ് അന്വേഷണം. സംഭവത്തിൽ NIA പരിശോധന തുടങ്ങി. 24 ഫോളോ അപ്പ്. ദുരൂഹത സംശയിച്ചാണ് വെഞ്ഞാറമൂട് UAPA കേസിൽ കേരള പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. UK-യിൽ വെച്ച് മാതാവും വെമ്പായം സ്വദേശിയായ ആൺ സുഹൃത്തും ചേർന്ന് ISൽ ചേരാൻ പ്രേരിപ്പിച്ചുവെന്നായിരുന്നു 16-കാരന്റെ പരാതി. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് UAPA ചുമത്തിയത്. പിന്നാലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മാതാവിൽ നിന്നും വിവരം തേടിയപ്പോൾ കുടുംബ പ്രശ്നം മൂലമുള്ള വൈരാഗ്യമെന്ന വിശദീകരണം പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ കനകമല കേസുമായുള്ള ബന്ധമുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില തെളിവുകൾ കുട്ടിയുടെ ഫോണിൽ നിന്നും പോലീസ് ശേഖരിച്ചുവെന്നും വിവരമുണ്ട്. നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ വിദേശത്തെ യാത്രകളിലും ദുരൂഹതയുണ്ടെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസു സത്യസന്ധനെന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ബോധ്യം തനിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിനും പാർട്ടിക്കും സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്നും MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിലായിരുന്നു MV ഗോവിന്ദന്റെ ഈ പ്രതികരണം. മാഷ് അപ്പോൾ സ്വർണ്ണക്കൊള്ളയാണെന്ന് മാഷ് സമ്മതിക്കുന്നുണ്ട്? ഞാൻ ഒരു കാര്യവും സമ്മതിക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ അതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അന്വേഷിച്ച് ആവശ്യമായ തെളിവ് വരട്ടെ, അന്നേരം നമുക്ക് പറയാം. ഇപ്പോൾ A പത്മകുമാറിന്റെ അറസ്റ്റും ആരെ അറസ്റ്റ് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിനപ്പുറം പറയണ്ടല്ലോ. ആരെ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അന്വേഷിച്ചിട്ട് ആവശ്യമായ കുറ്റക്കാരാണോ അവരെ പേരിൽ നടപടിയെടുക്കണം. ഒരു ചോദ്യം കൂടി ചോദിച്ചോ. അപ്പൊ അതിന് സംശയമില്ലല്ലോ. ഇല്ല, സർക്കാരിനും പാർട്ടിക്കും ഇതുമായി എന്തെങ്കിലും ബന്ധം? യാതൊരു ബന്ധവുമില്ല. ഒരൊറ്റ ഉത്തരവാദിത്വമില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ശക്തിയായ രീതിയിൽ ഇതിനെ കൃത്യമായ അർത്ഥത്തോടുകൂടി വിശദീകരിച്ചത്. അപ്പോൾ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ N വാസുവിനെ കുറിച്ച് കടകംപള്ളി സുരേന്ദ്രനുള്ള ബോധ്യം ഗോവിന്ദൻ മാഷ്ക്കില്ല? ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ ബോധ്യമൊന്നുമില്ല. ഞാൻ ബോധ്യപ്പെടേണ്ട കാര്യമില്ല. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷവാദിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും വർഗീയവാദികളെന്നും MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ മതനിരപേക്ഷവാദി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ്? മതനിരപേക്ഷവാദി ആയതുകൊണ്ട്. അല്ല, SNDP രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാഷേ, അതൊരു സാമുദായിക സംഘടനയല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. SNDP യോഗം, SNDP ആയാലും NSS ആയാലും അതുപോലെ തന്നെ മറ്റു വിവിധ പേരുകളിൽ നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനിയായ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തടിയമ്പാട് സ്വദേശി ഹെയ്സൺ ബെന്നാണ് മരിച്ചത്. ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ കോമ്പൗണ്ടിലായിരുന്നു അപകടമുണ്ടായത്. 3 വയസ്സുകാരി ഇനയ തെഹസിന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 9 മണിയോടെയാണ് അപകടം. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച ഹേസലും പരിക്കേറ്റ ഇനയ തെഹ്സിനും. 17-ാം നമ്പർ ബസ്സിലാണ് ഇരുവരും സ്കൂളിലെത്തിയത്. ബസ്സിൽ നിന്നിറങ്ങി ഇരുവരും ക്ലാസ് മുറിയിലേക്ക് ഓടി. ഇതിനിടെ കുട്ടികളെ ഇറക്കി മുൻപോട്ടെടുക്കുകയായിരുന്ന 19-ാം നമ്പർ ബസ് കുട്ടികളെ തട്ടിയിട്ടു. ഇരുവരുടെയും ദേഹത്തോടെ ബസ് കയറിയിറങ്ങി. ഹേസൽ തൽക്ഷണം മരിച്ചു. പുറകിൽ ഒരു വണ്ടി ഒന്ന് ഇറങ്ങി, ഫ്രണ്ടിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ് ആ കോർണറുള്ള ക്ലാസ് റൂമായിരുന്നു അവരുടെ അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ആക്സിഡൻ്റായിട്ട് വണ്ടി അടിയിൽപ്പെട്ടു. വണ്ടി ഫ്രണ്ടിലെടുത്ത് അങ്ങനെയാണ് ആക്സിഡന്റ് നടന്നത്. ആക്സിഡന്റത്തിന് 304 FIR എടുക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി. കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുതരമായി പരിക്കേറ്റ ഇനയ തെഹ്സിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ഹേസൽ ബെന്നിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 ഇടുക്കി. കോഴിക്കോട് പതിമംഗലത്ത് സ്കൂട്ടർ വാനുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. നരിക്കുനി സ്വദേശി വഫ ഫാത്തിമയാണ് മരിച്ചത്. പരീക്ഷ എഴുതാനായി പോകുമ്പോൾ വഫ ഫാത്തിമയുടെ സ്കൂട്ടർ വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ
വഫ ഫാത്തിമയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളം വടുതല പാലത്തിന് സമീപം സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീണു. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ഗ്ലാൻസി മരിയയാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥിനിയുടെ 3 പല്ലുകൾ പോയി, തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ ആസ്ട്രോ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം അഴിമതിയിൽ BJP നേതാക്കൾ കുരുക്കിൽ. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. സഹകരണ സംഘം പ്രസിഡന്റ് G. പത്മകുമാർ അടയ്ക്കേണ്ടത് 46 ലക്ഷം രൂപയാണ്. പണം തിരിച്ചുപിടിക്കാൻ സഹകരണ വകുപ്പ് നിർദ്ദേശം നൽകി. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയിൽ വകുപ്പ് തല അന്വേഷണത്തിന് പിന്നാലെയാണ് പണം തിരിച്ചുപിടിക്കാനുള്ള സഹകരണ വകുപ്പിന്റെ ഉത്തരവ്. സഹകരണ സംഘത്തിന് 4.16 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സംഘം പ്രസിഡന്റ് RSS മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖ് G. പത്മകുമാർ 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. ഭരണസമിതിയിലുണ്ടായിരുന്നത് 16 പേരായിരുന്നു. ഇതിൽ 7 പേർ 46 ലക്ഷം രൂപ വീതം തിരിച്ചടയ്ക്കണം. 9 പേർ 16 ലക്ഷം വീതം തിരിച്ചടയ്ക്കണം. ഭരണസമിതിയിലുള്ളവർ നിയമം ലംഘിച്ച് വായ്പ എടുത്തെന്നാണ് കണ്ടെത്തൽ. ഭരണസമിതി അംഗങ്ങൾ അതേ സംഘത്തിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ലെന്നാണ് ചട്ടം. എന്നാൽ BJP നേതാക്കൾ ഈ ചട്ടം പൂർണ്ണമായും ലംഘിച്ചെന്നും സഹകരണ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. BJP നടത്തുന്ന തട്ടിപ്പിന്റെ ഒരു ഭാഗമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കമഴ്ന്ന് വീണാൽ കാൽപ്പനം എന്നതാണ് കേരളത്തിലെ BJP നേതാക്കന്മാരുടെ ആയിട്ടുള്ള ചിലരുടെ ഇപ്പോഴത്തെ ശൈലി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത തൃക്കണ്ണാപുരത്തെ BJP പ്രവർത്തകൻ ആനന്ദ് K. തമ്പിക്കും പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ നിന്നും പണം തിരികെ കിട്ടാനുണ്ടെന്നാണ് വിവരം. തിരുമലാനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലും മറ്റൊരു സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക തകർച്ച ആരോപണമായി പരാമർശിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ഡൽഹി സ്ഫോടനത്തിലെ മുഖ്യപ്രതി ഉമർ നബി ബോംബ് തയ്യാറാക്കിയത് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിങ്ങിൽ വെച്ചെന്ന NIA. ആക്രമണ സ്ഥലം തീരുമാനിച്ചത് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി ചേർന്ന് എന്നും വിവരമുണ്ട്. സ്ഫോടനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചുള്ള വീഡിയോ ഉമർ നബി തയ്യാറാക്കിയിരുന്നുവെന്ന് NIA കണ്ടെത്തി. ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം നടത്തുന്നതിന് മുമ്പായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഡോക്ടർ ഉമർ നബി ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തി. 1000-ലേറെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ആക്രമണം നടത്താനുള്ള സ്ഥലം തെരഞ്ഞെടുത്തതും ഭീകര സംഘടനയുടെ നിർദ്ദേശമനുസരിച്ചാണെന്നാണ് സൂചന. പ്രതീകാത്മകമായ ഇടത്ത് ആക്രമണം നടത്താനായിരുന്നു ഉമറിന് ലഭിച്ചിരുന്ന നിർദ്ദേശം. ആക്രമണത്തിന് തൊട്ടുമുമ്പ് പാർക്കിംഗിലുണ്ടായ 3 മണിക്കൂർ സമയത്താണ് ബോംബ് തയ്യാറാക്കിയതെന്നാണ് വിവരം. ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഉമർ നേരത്തെ തന്നെ ചിത്രീകരിച്ചിരുന്നുവെന്നും ആ ഫോൺ ഇളയ സഹോദരന് കൈമാറിയിരുന്നുവെന്നും NIA വൃത്തങ്ങൾ അറിയിച്ചു. വൈറ്റ് കോളർ ഭീകര സംഘം പിടിയിലായതിനു പിന്നാലെ സഹോദരൻ ഫോൺ പുൽവാമയിലെ വീടിന് സമീപത്തുള്ള തടാകത്തിൽ ഉപേക്ഷിച്ചു. ജമ്മുകശ്മീർ പോലീസ് കണ്ടെടുത്ത ഫോണിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്നതടക്കം 4 ദൃശ്യങ്ങൾ NIA വീണ്ടെടുത്തിട്ടുണ്ട്. ഭീകരവാദ ഫണ്ടിംഗ് കേസിൽ അറസ്റ്റിലായ അൽഫല സർവകലാശാല ചെയർമാൻ ജവാദ് മുഹമ്മദ് സിദ്ദിഖിയെ ഡൽഹി സാകേത് കോടതി 13 ദിവസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമായ 10-ലധികം പേരെ കാണാനില്ല. ജമ്മു കാശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവരെ കാണാതായത്. കാണാതായവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്വേഷണം ഉണ്ടായ സാഹചര്യത്തിൽ ഇവർ കടന്നു കളഞ്ഞു എന്നാണോ? വിജയകുമാർ, ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് ഈ അൽഫലാഹ സർവകലാശാല കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന. അത് ജമ്മു കാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും അതിനുശേഷം NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികളും സർവകലാശാല കേന്ദ്രീകരിച്ച പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പലരെയും ഈ സർവകലാശാലയിൽ കാണാനില്ല എന്ന വിവരം പുറത്തു വരുന്നത്. അതിൽ ജോലി ചെയ്യുന്നവരും അവിടെ പഠിക്കുന്നതായിട്ടുമുള്ള ആളുകൾ ഏതാണ്ട് 10-ലധികം പേരെ കാണാനില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവരെ കാണാതെയായത്. കാണാതായവരിൽ 3 കശ്മീർ സ്വദേശികളുമുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഉള്ളത്. അവരുടെ അനുമാനം ഇതിൽ പലർക്കും ഈ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായുള്ള
ചില സംശയങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്താനുള്ള ഒരു പട്ടിക തയ്യാറാക്കി തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ ഏജൻസി അറിയിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഷഹീൻ ഷാഹിദ് മുസാമിൽ അടക്കമുള്ളവർ ഈ അൽഫലാഖ് സർവകലാശാലയിലായിരുന്നു. അവിടെ മറ്റ് ഇവിടെ പഠിക്കുന്നവരുമായും ജോലി ചെയ്യുന്നവരുമായും എല്ലാം ഇവർക്ക് പല ബന്ധങ്ങളുള്ളതായുള്ള സംശയങ്ങൾ തുടക്കം മുതലേ അന്വേഷണ ഏജൻസികൾക്കും ഉണ്ടായിരുന്നു. എന്തായാലും ആ പരിശോധനയ്ക്ക് പിന്നാലെ ഒരു ഭയത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണോ ഇവർ കാണാതായത് എന്ന് സംബന്ധിച്ച വിവരമില്ല. എന്തായാലും നിലവിൽ കാണാതായവരുടെ ഒരു പട്ടിക അന്വേഷണ ഏജൻസി തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിജയകുമാർ. യെസ്, ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു 10 അംഗ സംഘത്തെയാണ് കാണാൻ ഇല്ലാത്തത്. അവരെവിടെയെന്ന് അറിയില്ല. എന്തായാലും ദുരൂഹമാണ് നീക്കങ്ങൾ. ഡൽഹി പോലീസും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ വാദം പൊളിഞ്ഞു. VM വിനു 2020 വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. വീഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെയും എന്ന DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ കുറ്റപ്പെടുത്തി 24 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലാണ് കോൺഗ്രസ് വാദം തള്ളുന്നത്. 2020 VM വിനുവും കുടുംബവും വോട്ട് ചെയ്തിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. വോട്ട് നീക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായിട്ടും വിനു അപേക്ഷ നൽകിയില്ലെന്നും ഇനി പേരു ചേർക്കൽ സാധ്യമാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ വാദം പരിപൂർണമായി തള്ളുകയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. 2020 വോട്ടർ പട്ടിക കഴിഞ്ഞ കുറേ മാസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിന് ശേഷമാണ് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരെന്തും ചെയ്യും. ഇങ്ങനെ കൃത്രിമം കാണിച്ച് അവരെന്തും ചെയ്യാൻ പഠിക്കില്ല. ആ റിപ്പോർട്ടിൻ്റെ ബേസ് തന്നെ മാനിപ്പുലേറ്റഡും ഫാബ്രിക്കേറ്റുമാണ്. വിനുവിനെ കോൺഗ്രസ് അപമാനിച്ചുവെന്നും 2020 വോട്ട് ചെയ്തെങ്കിൽ VM വിനുവിനെതിരെ കേസെടുക്കണമെന്നും CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വിനു സമൂഹത്തിൽ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സംവിധായകനും അങ്ങനെയുള്ള ആളല്ലേ. പക്ഷെ അയാൾ അപമാനിച്ചതല്ലേ സത്യത്തിൽ കോൺഗ്രസ്. 2020 അയാൾക്ക് വോട്ടർ പട്ടികയിൽ വോട്ടില്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ അയാളെ പേര് കേസാണ് എടുക്കേണ്ടത്. അതേസമയം ഇനി സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ വ്യക്തത വന്ന ശേഷം പ്രചരണം തുടർന്നാൽ മതിയെന്ന നിലപാടിലാണ് VM വിനു. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആന്ധ്രാപ്രദേശിൽ മാവോയിസ്റ്റുകളുടെ സാങ്കേതിക വിഭാഗം തലവൻ ശങ്കർ അടക്കം 7 പേരെ ഏറ്റുമുട്ടലിൽ വധിച്ച് സുരക്ഷാ സേന. 50 മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു. കണ്ണൂരിൽ ജീവനൊടുക്കിയ BLO അനീഷ് ജോർജിനെ CPM സമ്മർദ്ദത്തിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് BLA ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി പുറത്ത്. പരാതി നൽകിയത് അനീഷിന്റെ മരണത്തിന് 9 ദിവസം മുൻപ്. അനീഷിന് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് കുടുംബത്തിന്റെ മൊഴി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഇന്ന് ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കും. സമ്രാട് ചൗധരിയും വിജയ് സിന്ഹയും ഉപമുഖ്യമന്ത്രിമാരായി തുടരും. ഇറാൻ അവയവക്കടത്ത് കേസിന് പിന്നിൽ വൻ റാക്കറ്റ് എന്ന NIA. ഇന്ത്യയിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയി എന്ന മുഖ്യപ്രതി മധുവിന്റെ മൊഴി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ വിജിലൻസ് പരിശോധന. അധ്യാപകരുടെയും അനധ്യാപകരുടെയും സർവീസ് സംബന്ധമായ നടപടികളിൽ ക്രമക്കേടെന്ന പരാതിയിലാണ് അന്വേഷണം. തിരുവനന്തപുരത്ത് ഫുട്ബോൾ കളിയിലെ തർക്കത്തെ തുടർന്ന് 18-കാരൻ അലൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേർ ഒളിവിൽ. ഒളിവിലുള്ളവരെ സഹായിക്കുന്നത് തടയാൻ ബന്ധുക്കളെ കരുതൽ തടങ്കലിലാക്കി. തമിഴ്നാട്ടിൽ പ്രണയം നിരസിച്ച +2 വിദ്യാർത്ഥിയെ യുവാവ് കുത്തിക്കൊന്നു. രാമേശ്വരം സ്വദേശി ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി മുനിരാജ് അറസ്റ്റ്.